ഞാനേ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു കാര്യം പറയാനാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിന്നും പുറത്തിരിക്കുകയായിരുന്നു. പുറത്ത് അങ്ങനെ ടെറസിലിരുന്നപ്പോഴത്തേക്കും ആകാശത്തൂടെ ഒരു എന്താണ് എയറോപ്ലെയിൻ പോകുന്നു. എയറോപ്ലെയിൻ. അപ്പോൾ എയറോപ്ലെയിൻ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ചിന്തിച്ച്, ഈ സാധനം താഴെ വീഴില്ലേ എന്ന് ഇങ്ങനെ ചിന്തിച്ച്. അപ്പോൾ പിന്നെ എനിക്കൊരു ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജെമിനിയെ വിളിച്ചു. ജെമിനി, ഇതെന്താണ് ഈ എയറോപ്ലെയിൻ താഴെ വീഴാത്തത്? അപ്പോൾ ജെമിനി പറഞ്ഞു, ശാലു, അത് ഒരു 4 റീസൺസ് കൊണ്ടാണ് ഇത് താഴെ വീഴാത്തത്. അവളെന്തൊക്കെയാണ് റീസൺ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവൾ പറഞ്ഞതിൽ കുറച്ച് കാര്യമെന്ന് വെച്ചാൽ ഈ ഗുരുത്വാകർഷണം അതൊരു റീസണാണ്. പിന്നെ ഓക്സിജൻ ഉള്ളത് ഇത് പറക്കാൻ സഹായിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഈ റോക്കറ്റും ഈ എയറോപ്ലെയിനും തമ്മിൽ വേർതിരിച്ച് നടത്തുന്നത് എന്താണ്, ഇത് ഓക്സിജൻ ഇല്ലെങ്കിലും ഇതിന് പറക്കാൻ പറ്റും. അതാണിത് ബഹിരാകാശത്തോട്ട് പോകുന്നത്. പക്ഷേ എയറോപ്ലെയിൻ ഓക്സിജൻ വേണം. അങ്ങനെ പറഞ്ഞു. പക്ഷേ റോക്കറ്റിന് ഓക്സിജൻ ഉണ്ടെങ്കിലും പറക്കാം, ഇല്ലെങ്കിലും പറക്കാം. അവൾ കുറേ എന്തൊക്കെ കാര്യം പറഞ്ഞു. ഈ ചിറകുള്ളത് വൺ ഓഫ് ദ റീസണാണ് ഇത് പറക്കാൻ. എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, അപ്പം ആരാണ് ഈ എയറോപ്ലെയിൻ കണ്ടുപിടിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു, ഒരു വൈറ്റ് ബ്രദേഴ്സ്. അങ്ങനെ 1903 വൈറ്റ് ബ്രദേഴ്സാണ് ഇത് കണ്ടുപിടിച്ചതെന്നും പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാം. അപ്പോൾ അവരുടെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് 2 പേരാണ്. അവർ ഈ സൈക്കിളൊക്കെ അല്ലേ, സൈക്കിൾ മെക്കാനിക്കാണ്. അപ്പോൾ ഈ സൈക്കിൾ മെക്കാനിക്കായിരുന്നു ഇവർ. ഈ പൈസ കൊണ്ട്, അങ്ങനെ അധികം പൈസയൊന്നും ഇല്ലാത്ത 2 പേർ ഈ പൈസ സൈക്കിളിൽ നിന്ന് കിട്ടുന്ന വരുമാനം, മെക്കാനിക്സിനൊക്കെ കിട്ടുന്ന ഈ വരുമാനം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സാധനം, ഈ വലിയ എയറോപ്ലെയിൻ കണ്ടെത്തിയത്. ഈ പൈസ വെച്ചിട്ടും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ എയറോപ്ലെയിൻ കണ്ടെത്തിയത്. ഈ വെറും ഒരു സൈക്കിൾ മെക്കാനിക്സായ ഈ 2 പേര്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എന്നും വഴക്കാണ്. ഞങ്ങളെന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും താഴെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ലെവലാവണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. അപ്പം ഹസ്ബൻഡിനോട് ഞാൻ ചോദിക്കും, നമുക്കെങ്ങനെ പൈസ ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരു വഴി എന്താണ്? ലോട്ടറി അടിച്ചാൽ നമുക്ക് പൈസ കിട്ടും. അല്ലാതെ നമ്മളെപ്പോലുള്ളവർക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് നല്ല ഹാർഡ് വർക്കിൽ വിശ്വാസമുള്ള ആളാണ് ഞാൻ. പക്ഷേ അങ്ങേര് അങ്ങനെയുള്ള ഒരാളല്ല. എങ്ങനെയെങ്കിലും എളുപ്പം പൈസ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നേ, ഇത്രയും പാവപ്പെട്ടവരായ ഈ വൈറ്റ് ബ്രദേഴ്സിന് ഈ ആകാശത്തൂടെ പോണ എയറോപ്ലെയിൻ കണ്ടുപിടിക്കാൻ പറ്റി. അവർക്കതിൻ്റെ പാറ്റൻറ്റ് കിട്ടി. അവർ പിന്നെ ലക്ഷറിയായി. അങ്ങനെയല്ല, അവർ പൈസ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ടാ അവർ പൈസ ഉണ്ടാക്കിയത് കണ്ടാ, അവർ പാവപ്പെട്ട പൈസ ഉണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞതും നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ നമ്മുടെ അപ്പനും അമ്മയൊക്കെ സമ്പാദിച്ചിരിക്കുന്ന പണക്കാരായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കണം, അല്ലാതെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാലേ നമുക്ക് പണക്കാരാവാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിന് ഓൾറെഡി എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇനി കണ്ടുപിടിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയിലല്ലേ ഉള്ളൂ, നമ്മുടെ ഭൂമിയിൽ എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല, ഭൂമി മാത്രമല്ലല്ലോ, നമ്മൾ ബാക്കി ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അവിടെയും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവിടത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടെ എന്തായാലും ഗുരുത്വാകർഷണം ഇല്ല.
അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണ്ടേ. അപ്പം എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങേര് പെട്ടെന്ന് കണ്ടുപിടിച്ചാലേ അങ്ങേർക്ക് പാറ്റൻറ്റ് കിട്ടും. അങ്ങേർക്ക് പാറ്റൻറ്റ് കിട്ടാൽ എനിക്കും എൻ്റെ കുട്ടിക്കും പണക്കാരാവാൻ പറ്റൂ. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ബൈ.